ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നഴ്സിംഗ് ട്യൂട്ടറിന് ആവശ്യമായ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. എ ലംബാർ പങ്ക്ചർ ഈസ് പെർഫോംഡ് ഓൺ എ ചൈൽഡ് സസ്പെക്റ്റഡ് ഓഫ് ഹാവിംഗ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ആൻഡ് CSF ഈസ് ഒബ്റ്റെയിൻഡ് ഫോർ അനലൈസിസ്. The nurse confirms the diagnosis with which of the following result? ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസും ഉള്ള ഒരു കുഞ്ഞിന് ലംബാർ പങ്ക്ചർ പെർഫോം ചെയ്തു. CSF അനലൈസിസിന് വേണ്ടി എടുത്തു. The nurse confirms the diagnosis with which of the following result? താഴെ തന്നിരിക്കുന്ന ഏത് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നേഴ്സ് ഡയഗ്നോസിസ് കൺഫേം ചെയ്യേണ്ടത്? അതായത് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ആണെന്ന് കൺഫേം ചെയ്യേണ്ടത് ഏത് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ CSFൻ്റെ റിസൾട്ടാണ് കൊടുത്തേക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. Clear CSF elevated protein and decreased glucose level. Clear CSF decreased pressure and elevated protein level. Cloudy CSF elevated protein and decreased glucose levels. Cloudy CSF decreased protein and decreased glucose level. Correct answer option C ആണ്. Cloudy CSF elevated protein and decreased glucose levels ആണ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Question number 2. Furosemide is administered intravenously to a client with heart failure. ഹാർട്ട് ഫെയിലിയർ ഉള്ള ഒരു ക്ലയൻറ്റിന് IV ഫുറോസമൈഡ് നൽകി. How soon after administration should the nurse begin to monitor the evidence of the drug's effect? എത്ര സമയം കഴിഞ്ഞതിന് ശേഷമാണ് നഴ്സ് മെഡിസിൻ്റെ എഫക്റ്റ് മോണിറ്റർ ചെയ്യേണ്ടത്? ഓപ്ഷൻസ് ആർ 5 to 10 minutes, 30 to 60 minutes, 2 to 4 hours, 6 to 8 hours. കറക്റ്റ് ആൻസർ 5 to 10 minutes. ഫുറോസമൈഡ് IV അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് 5 മുതൽ 10 മിനിറ്റിന് ശേഷം ഡ്രഗിൻ്റെ എഫക്ട്സ് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. എ 40-year-old man is diagnosed with essential hypertension whose blood pressure levels are consistently at or above which of the following? അതായത് 40 വയസ്സുള്ള ഒരാളിൽ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷനായിട്ട് ഡയഗ്നോസ് ചെയ്ത ഒരാളിൽ ബ്ലഡ് പ്രഷർ ലെവൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ എബോവ് ആയിരിക്കും. ആ റീഡിങ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 120/90, 130/90, 140/90, 140/70. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 140/90ക്ക് കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ എബോവ് ആയിരിക്കും. ഏത് കേസിലാണ്? എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ ഉള്ളയാളിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലയൻറ്റ് വിത്ത് പെർനീഷ്യസ് അനീമിയ ആസ്ക് വൈ ഷീ മസ്റ്റ് ടേക്ക് വിറ്റാമിൻ B12 ഇഞ്ചക്ഷൻ ഫോർ ദ റെസ്റ്റ് ഓഫ് ഹെർ ലൈഫ്. പെർനീഷ്യസ് അനീമിയ ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലയൻറ്റ് നിങ്ങളോട് ചോദിക്കുകയാണ് എന്തിനാണ് ലൈഫ് ലോങ് വിറ്റാമിൻ B12 ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്? അതിൻ്റെ റീസൺ എന്താണ്? വാട്ട് ഈസ് ദ നഴ്സസ് ബെസ്റ്റ് റെസ്പോൺസ്? നിങ്ങളുടെ ബെസ്റ്റ് റെസ്പോൺസ് എന്തായിരിക്കും? അതിന് ആൻസർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പെർനീഷ്യസ് അനീമിയ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, വിറ്റാമിൻ B12ൻ്റെ എഫക്റ്റ് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ദ റീസൺ ഫോർ യുവർ വിറ്റാമിൻ ഡെഫിഷ്യൻസി ഈസ് ഇനബിലിറ്റി ടു അബ്സോർബ് വിറ്റാമിൻ ബിക്കോസ് സ്റ്റൊമക്ക് ഈസ് നോട്ട് പ്രൊഡ്യൂസിങ് സഫിഷ്യൻറ്റ് ആസിഡ്. ദ റീസൺ ഫോർ യുവർ വിറ്റാമിൻ ഡെഫിഷ്യൻസി ഈസ് ഇനബിലിറ്റി ടു അബ്സോർബ് വിറ്റാമിൻ because stomach is not producing sufficient intrinsic factor. The reason for your vitamin deficiency is inability to absorb vitamin because of excessive excretion by kidney. The reason for your vitamin deficiency is increased requirement for the vitamins due to rapid RBC production. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നിങ്ങളുടെ വിറ്റാമിൻ ഡെഫിഷ്യൻസിക്ക് കാരണം നിങ്ങളുടെ സ്റ്റൊമക്കിൽ വിറ്റാമിൻ്റെ അബ്സോർപ്ഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല. മാത്രമല്ല സ്റ്റൊമക്കിൽ ഇൻട്രിൻസിക് ഫാക്ടർ സഫിഷ്യൻ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ലൈഫ് ലോങ് ആയിട്ട് വിറ്റാമിൻ B12 ഇഞ്ചക്ഷൻ എടുക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ആസ്പിരിൻ ഈസ് അഡ്മിനിസ്റ്റേർഡ് ടു എ ക്ലയൻറ്റ് എക്സ്പീരിയൻസിങ് MI ബിക്കോസ് ഓഫ് ഇറ്റ്സ്. മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉള്ള ഒരു ക്ലയൻറ്റിന് ആസ്പിരിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. എന്തിനാണ് നൽകുന്നത്?
ഓപ്ഷൻസ് നോക്കാം. ആൻറ്റിപൈററ്റിക് ആക്ഷൻ, ആൻറ്റി ത്രോംബോട്ടിക് ആക്ഷൻ, ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ആക്ഷൻ, അനാൾജസിക് ആക്ഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ആൻറ്റി ത്രോംബോട്ടിക് ആക്ഷൻ. Question number 6. The most significant thing observed for a client admitted immediately after fracture of femur. അതായത് ഫിമറിന് ഫ്രാക്ചറായ ഒരു ക്ലയൻറ്റ് അഡ്മിറ്റ് ആകുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യേണ്ടത് എന്താണ്? ഓപ്ഷൻസ് ആർ കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം, PO2 ലെവൽ, റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ, അസോസിയേറ്റഡ് നെർവ് ഇഞ്ചുറീസ്. കറക്റ്റ് ആൻസർ PO2 ലെവൽസ് ആണ്. Question number 7. A client with pneumonia has a temperature ranging between 101 degree and 102 degree Fahrenheit and periods of diaphoresis. അതായത് ഒരു ക്ലയൻറ്റിന് ന്യൂമോണിയ ആയിട്ടുള്ള ഒരു ക്ലയൻറ്റിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് ചെയ്യുന്നത് 101 ഡിഗ്രിക്കും 102 ഡിഗ്രിക്കും ഇടയ്ക്കാണ്. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് അയാൾക്ക് ഡയാഫോറസിസും ഉണ്ട്. Based on this information, which of the following nursing intervention would be a priority? ഈ ഇൻഫർമേഷൻ വച്ചിട്ട് താഴെ തന്നിരിക്കുന്ന നഴ്സിംഗ് ഇൻ്റർവെൻഷനിൽ ഏതിനായിരിക്കും നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? എല്ലാം കറക്റ്റ് ആണ്. ഇതിൽ പ്രയോറിറ്റി ആക്ഷൻ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ആർ മെയിൻറ്റെയിൻ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ്, അഡ്മിനിസ്റ്റർ ഓക്സിജൻ, പ്രൊവൈഡ് ഫ്രീക്വൻറ്റ് ലൈൻസ് ചേഞ്ചസ്, പ്രൊവൈഡ് ഫ്ലൂയിഡ് ഇൻടേക്ക് അഡിക്വേറ്റ്ലി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രൊവൈഡ് ഫ്ലൂയിഡ് ഇൻടേക്ക് അഡിക്വേറ്റ്ലി. ഫ്ലൂയിഡ് ഇൻടേക്ക് അഡിക്വേറ്റ് ആയിട്ട് നമ്മൾ നൽകുക. Question number 8. A 40-year-old woman with a history of asthma is admitted to emergency department. 40 വയസ്സുള്ള ഒരാൾ ഹിസ്റ്ററി ഓഫ് ആസ്മയായിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്മിറ്റായി. The nurse notes that the client is dyspneic with a respiratory rate of 35 breaths per minute, nasal flaring and use of accessory muscles. നഴ്സ് ഒരു കാര്യം നോട്ട് ചെയ്തു, അതായത് ക്ലയൻറ്റ് ഡിസ്നിക് ആണ്, റെസ്പിറേറ്ററി റേറ്റ് 35 breaths per minute ആണ്, നേസൽ ഫ്ലെയറിംഗ് ഉണ്ട്, ആക്സസറി മസിൽസ് ബ്രീത്തിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. ആസ്കൾട്ടേഷൻ ഓഫ് ലങ്സ് റിവീൽസ് ഗ്രേറ്റ്ലി ഡിമിനിഷ്ഡ് ബ്രെത്ത് സൗണ്ട്. ലങ് സൗണ്ട് ആസ്കൾട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രെത്ത് സൗണ്ട് ഡിമിനിഷ് ആയിട്ട് കണ്ടു. ബേസ്ഡ് ഓൺ ദിയർ ഫൈൻഡിങ്സ് വിച്ച് ഷുഡ് ബി എ പ്രയോറിറ്റി ആക്ഷൻ. ഇത്രയും ഫൈൻഡിങ്സ് കണ്ടെത്തിയതിന് ശേഷം ഏതായിരിക്കും താഴെ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും പ്രയോറിറ്റി ആക്ഷൻ കൊടുക്കേണ്ടത്? ഓപ്ഷൻസ് ആർ ഇനിഷ്യേറ്റ് ഓക്സിജൻ തെറാപ്പി ആൻഡ് റീഅസസ് ആഫ്റ്റർ 10 minutes, ഡ്രോ ബ്ലഡ് ഫോർ ABG അനലൈസിസ് ആൻഡ് ഒബ്റ്റെയിൻ ചെസ്റ്റ് എക്സ്റേ, അഡ്മിനിസ്റ്റർ ബ്രോങ്കോഡൈലേറ്റേഴ്സ്, എൻകറേജ് ദ ക്ലയൻറ്റ് ടു റിലാക്സ് ആൻഡ് ബ്രീത്ത് ത്രൂ മൗത്ത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അഡ്മിനിസ്റ്റർ ബ്രോങ്കോഡൈലേറ്റേഴ്സ്. ഇത്രയും സിംറ്റംസ് ലങ്സിന് ഡിഫിക്കൽട്ടി, അതായത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയും നേഴ്സൽ ഫ്ലെയറിങ്സും ആക്സസറി മസിൽസൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അഡ്മിനിസ്റ്റർ ബ്രോങ്കോഡൈലേറ്റേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കാം. The nurse interprets which of the following as an early sign of ARDS in a client at risk. അതായത് താഴെ തന്നിരിക്കുന്നതിൽ ARDS അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോമിൽ കൊടുത്തിരിക്കുന്ന സൈനിൽ ക്ലയൻറ്റിന് റിസ്ക് ആയിട്ടുള്ള സൈൻ ഏതാണ്? ഓപ്ഷൻസ് ആർ എലിവേറ്റഡ് PCO2, ഹൈപ്പോക്സിയ നോട്ട് റെസ്പോൺസീവ് ടു ഓക്സിജൻ തെറാപ്പി, സിവിയർ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, മെറ്റബോളിക് അസിഡോസിസ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഹൈപ്പോക്സിയ നോട്ട് റെസ്പോൺസീവ് ടു ഓക്സിജൻ തെറാപ്പി. ക്വസ്റ്റ്യൻ നമ്പർ 10. The nurse teaches the client how to instill nasal drops. Which of the following techniques are correct? ഒരു നഴ്സ് ക്ലയൻറ്റിന് ടീച്ച് ചെയ്യുകയാണ് നേഴ്സൽ ഡ്രോപ്സ് എങ്ങനെയാണ് ഇൻസ്റ്റിൽ ചെയ്യേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക്ക് ആർ കറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് ടെക്നിക്കാണ് കറക്റ്റ്? ഓപ്ഷൻസ് നോക്കാം. ദ ക്ലയൻറ്റ് യൂസസ് സ്റ്റെറൈൽ ടെക്നിക്സ് വൈൽ ഹാൻഡ്ലിംഗ് ദ ഡ്രോപ്പർ, ക്ലയൻറ്റ് ബ്ലോസ് ദ നോസ് ജെന്റ്ലി ബിഫോർ ഇൻസ്റ്റിലിംഗ് ഡ്രോപ്സ്, ദ ക്ലയൻറ്റ് യൂസസ് എ ന്യൂ ഡ്രോപ്പർ ഫോർ ഈച്ച് ഇൻസ്റ്റിലേഷൻ, ദ ക്ലയൻറ്റ് സിറ്റ്സ് ഇൻ എ സെമി ഫൗളേഴ്സ് പൊസിഷൻ ഫോർ ഇൻസ്റ്റിലേഷൻ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ സി എല്ലാം നമുക്ക് മനസ്സിലാവും, കാരണം ഓരോ തവണ ഇൻസ്റ്റിൽ ചെയ്യുമ്പോൾ ന്യൂ ഡ്രോപ്ലറിൻ്റെ ആവശ്യമില്ല. ഓപ്ഷൻ എ എല്ലാം നമുക്ക് മനസ്സിലാവും, കാരണം സ്റ്റെറൈൽ ടെക്നിക്സ്
നേഴ്സൽ ഇൻസ്റ്റലേഷൻ ആവശ്യമില്ല. അപ്പോൾ എയും സിയും നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ ഉള്ളത് ബിയും ഡിയും ആണ്. ബിയും ഡിയിൽ ഫൗളേഴ്സ് പൊസിഷനിൽ സെമി ഫൗളേഴ്സ് പൊസിഷനിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ കഴിയത്തില്ല. സോ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. നമ്മൾ ഓപ്ഷൻസ് കാണുമ്പോൾ അതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് കണ്ടെത്തിയിട്ട് കറക്റ്റ് ആൻസറിലേക്ക് എത്തുക. ക്വസ്റ്റ്യൻ നമ്പർ 11. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിംറ്റം ഈസ് മോസ്റ്റ് കോമൺ ഇൻ ട്യൂബർകുലോസിസ്? ട്യൂബർകുലോസിന്റെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള സിംറ്റം ഏതാണ്? ഓപ്ഷൻസ്: വെയിറ്റ് ലോസ്, ഇൻക്രീസ്ഡ് അപ്പറ്റൈറ്റ്, ഡിസ്നിയ ഓൺ എക്സേർഷൻ, സ്കിൻ റാഷസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വെയിറ്റ് ലോസ്. നമുക്കറിയാം TB പേഷ്യൻസ് വളരെ തിന്നായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 12. പ്രെഡ്നിസോലോൺ ഈസ് യൂഷ്വലി നോട്ട് യൂസ്ഡ് എലോങ് വിത്ത്. പ്രെഡ്നിസോലോൺ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഡ്രഗിൻ്റെ കൂടെ യൂസ് ചെയ്യത്തില്ല? കാരണം റിയാക്ഷൻ ഉണ്ടാകും. ഏത് ഡ്രഗിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യാത്തത്? ഓപ്ഷൻസ് ആർ ഒമിപ്രസോൾ, റാനിറ്റിഡിൻ, ആസ്പിറിൻ, ഡിഗ്നിൽ. കറക്റ്റ് ആൻസർ ആസ്പിറിൻ ആണ്. പ്രെഡ്നിസോളോണും ആസ്പിറിനും ടുഗദർ അഡ്മിനിസ്റ്റർ ചെയ്യത്തില്ല. ക്വസ്റ്റ്യൻ നമ്പർ 13 നോക്കാം. എ ക്ലയൻറ്റ് ഈസ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ ആഫ്റ്റർ വൊമിറ്റിംഗ് ബ്ലഡ് ആൻഡ് ഈസ് ഡയഗ്നോസ്ഡ് വിത്ത് എ ബ്ലീഡിംഗ് ഡ്യൂയോഡിനൽ അൾസർ. ഒരു ക്ലയൻറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ബ്ലഡ് വൊമിറ്റിംഗ് ആണ്, മാത്രമല്ല ഡയഗ്നോസിസ് ചെയ്തു. എന്താണ് പ്രശ്നം? ബ്ലീഡിംഗ് ഡ്യൂയോഡിനൽ അൾസർ ആണ് പ്രശ്നം. ലേറ്റർ ക്ലയൻറ്റ് ഡെവലപ്സ് എ സഡൻ ഷാർപ്പ് പെയിൻ ഇൻ ദ മിഡ് എപ്പിഗ്രാസ്റ്റിക് റീജിയൻ എലോങ് വിത്ത് എ റിജിഡ് അബ്ഡോമൻ. കുറച്ചു സമയത്തിനു ശേഷം ക്ലയൻറ്റിന് പെട്ടെന്ന് തന്നെ ഷാർപ്പ് പെയിൻ ഉണ്ടായി. മിഡ് എപ്പിഗാസ്ട്രിക് റീജിയനിൽ ഷാർപ്പ് പെയിനും മാത്രമല്ല റിജിഡ് അബ്ഡോമനും ഡെവലപ്പ് ചെയ്തു. ദെയർ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് മോസ്റ്റ് ലൈക്ലി ഇൻഡിക്കേറ്റ്സ്. ഈ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് എല്ലാം കൂടി ചേർത്ത് നമുക്ക് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? ഓപ്ഷൻസ് ആർ an intestinal obstruction has developed, additional ulcers have developed, the esophagus has become inflamed, the ulcer has perforated. Correct answer option D ആണ്, the ulcer has perforated. Question number 15 നോക്കാം. A client with chronic pancreatitis should be monitored closely for the development of which of the following disorder? ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് ആയിട്ടുള്ള ഒരു ക്ലയൻറ്റിന് ഏത് അസുഖം വരാനുള്ള ചാൻസ് ആണ് കൂടുതൽ? ഏത് അസുഖം വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസിനുള്ള ആളിന് വേറൊരു അസുഖം കൂടി ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് മോണിറ്റർ ചെയ്യേണ്ടതാണ് ചോദ്യം. കോളിലിത്തിയാസിസ്, ഹെപ്പറ്റൈറ്റിസ്, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, ഡയബറ്റീസ് മെലിറ്റസ്. So always chronic pancreatitis will be related to diabetes mellitus. Option D. Question number 16 നോക്കാം. Assessment of the diabetic client for common complications should always include examination of. ഡയബറ്റിക് ക്ലയൻസിനെ നമ്മൾ അസസ് ചെയ്യുന്ന സമയത്ത് കോമൺ കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് അസസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സാമിൻ ചെയ്യുന്ന ഒരു ഓർഗൻ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ആർ അബ്ഡമൻ, ലിംബ് നോഡ്സ്, ഫാരിങ്സ്, ഐസ്. കറക്റ്റ് ആൻസർ ഐസ് ആണ്. സോ ഡയബറ്റിക് ക്ലയൻറ്റിന് നമ്മൾ ഐസും ചെക്ക് ചെയ്യാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 17. ദ നഴ്സ് ഷുഡ് റെക്കഗ്നൈസ് ദാറ്റ് ഫ്ലൂയിഡ് ഷിഫ്റ്റ് ഇൻ എ ക്ലയൻറ്റ് വിത്ത് ബേൺ ഇഞ്ചുറി റിസൾട്ട് ഫ്രം ആൻ ഇൻക്രീസ് ഇൻ ദ. നഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ബേൺ ഇഞ്ചുറി ആയിട്ടുള്ള ഒരു ക്ലയൻറ്റിൽ ഫ്ലൂയിഡ് ഷിഫ്റ്റ് ഉണ്ടാകുന്നത് എന്തിൻ്റെ കൂടുതൽ കാരണമാണ്? പെർമിയബിലിറ്റി ഓഫ് കാപ്പിലറി വോൾസ്, ടോട്ടൽ വോളിയം ഓഫ് ഇൻട്രാവാസ്കുലർ പ്ലാസ്മ, പെർമിയബിലിറ്റി ഓഫ് കിഡ്നി ട്യൂബ്യൂൾസ്, ടോട്ടൽ വോളിയം ഓഫ് സർക്കുലേറ്റിംഗ് ഹോൾ ബ്ലഡ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പെർമിയബിലിറ്റി ഓഫ് കാപ്പിലറി വോൾസ്. കാപ്പിലറി വോൾസിൻ്റെ പെർമിയബിലിറ്റി കാരണമാണ് അവിടെ ബേൺ പേഷ്യൻസിന് ഫ്ലൂയിഡ് ഷിഫ്റ്റ്സ് ഉണ്ടാകുന്നത്. Question number 18. The nurse should teach the diabetic client that which of the following is the most common symptom of hypoglycemia? നഴ്സ് ഒരു ക്ലയൻറ്റിനെ ടീച്ച് ചെയ്യേണ്ടത് ഡയബറ്റിക്കിൻ്റെ മോസ്റ്റ് കോമൺ സിംറ്റം ഓഫ് ഹൈപ്പോഗ്ലൈസീമിയ. ഓപ്ഷൻസ് നോക്കാം. നെർവസ്നെസ്, അനോറെക്സിയ, കുസ്മൂൾ റെസ്പിറേഷൻ, ബാഡികാർഡിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, നെർവസ്നെസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡെയിലി 3 to 5 ക്വസ്റ്റ്യൻസ് ഡെയിലി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.